സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും റാഹത്തിലുമില്ലേ? അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖത്തിലുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്, നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ചോറെല്ലാം ബാക്കി ഉണ്ടാകുന്നില്ലേ, അപ്പോൾ ആ ചോറ് കൊണ്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നുള്ളത്. ആരും ബേജാറാക്കണ്ട ബാക്കിയായ ചോറിന് എന്താക്കുമെന്ന്, ആരും കളിയാനും നിൽക്കേണ്ടതാ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ആ ചോറ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അതിനെ കൊണ്ട് ആരും ചോറ് ബാക്കിയായി നൽകിയിട്ട് ബേജാറൊക്കെ വേണ്ട. അപ്പോൾ ഞാൻ ആ ചോറിനെ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് രാവിലെ ഞാൻ അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നല്ല വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. പുട്ടിലേക്ക് മെയിനായിട്ട് വേണ്ട തേങ്ങ തന്നെയല്ലേ. അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോറ് പൊടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മിക്സിൻ്റെ ജാറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് റവയും കൂടി ചേർക്കണം. അപ്പോൾ റവ എന്നല്ലെങ്കിൽ സോജിപ്പൊടിയും ചേർത്തിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കിയിട്ടെടുക്കാൻ. അപ്പോൾ സോജിപ്പൊടി ചേർക്കുന്നതായിട്ട് പിന്നെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ നല്ല പോലെ വറുക്കണം. അപ്പോൾ നല്ല പോലെ അല്ലെങ്കിൽ നല്ല കാപ്പി ബ്രൗൺ കളറാകുന്ന പോലെ വരെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താക്കണം, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കണം. അങ്ങനെ അത് വറുത്തിട്ട് ഞാൻ തണുക്കാനായിട്ടാണ് ഞാൻ മാറ്റിയിട്ട് വെച്ചിന്. അപ്പോഴത്തേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കുന്ന ജാറിലേക്കിട്ട് ഐസായ ചോറ് മാത്രം ഇട്ടിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു വശവും വെള്ളമൊന്നും കൂട്ടാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ വെള്ളമൊന്നും കൂട്ടാനേ പാടില്ല. ഈ ചോറിലുണ്ട് തണ്ണിപ്പാസ് തന്നെ മതി പുട്ടുണ്ടാക്കുമ്പോൾ. അപ്പോൾ വെള്ളം കൂട്ടാതെ വെറും പൊടിക്കുന്ന ജാറ് കൊണ്ട് അടിച്ചെടുക്കുക. അപ്പം ഞാൻ 3 പ്രാവശ്യമായിട്ടില്ലേ 3 കുറിയായിട്ട് ഞാൻ ചോറ് അടിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അലയത്തേക്ക് പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് കൂട്ടിയിട്ടില്ലേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടിച്ചെടുത്ത് ഞാൻ വലിയൊരു ബൗളിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുത്തിന്, പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിന്. കുഴക്കാൻ നല്ല രീതിയിലില്ല പാങ്ങാന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് ഇട്ടതാ ചോറിട്ട ബൗളിലേക്ക് തന്നെ ഇല്ല പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സോജിപ്പൊടി ഇട്ട് നല്ല പോലെ കുഴച്ചിട്ടെടുക്കുക. കുറച്ചായിട്ട് ഇട്ടിട്ടില്ല കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ കുഴച്ചിട്ടെടുക്കുമ്പോൾ നല്ല പുട്ടിനാ തെരിയായിട്ട് കിട്ടുന്ന പോലെ കുഴച്ചിട്ടെടുക്കണം. കട്ടൊന്നും ഇല്ലാതെ കുഴച്ചിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ സിമ്പിൾ അല്ലെങ്കിൽ വെറും സിമ്പിൾ. അപ്പോൾ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ആരും കളിയാൻ നിൽക്കണ്ട. ഇങ്ങനെ ബാക്കി വെച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. വളരെ സിമ്പിൾ. അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്നെങ്കിൽ വളരെ സോഫ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഞാൻ ആദിൽ ചെല്ലുന്നുണ്ട്, നിങ്ങൾ ചോറ് കളയണ്ട, ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടൻ കട്ടൊന്നുമില്ലാത്ത നല്ല ഉതിരായിട്ട് ഞാൻ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഉതിര മീൻസ് കട്ടയില്ലാത്ത തെരിയില്ല. അങ്ങനെ ഞാൻ നന്നൊന്നുമില്ലാത്ത ഞാൻ പുട്ടിൻ്റെ ചുടുന്ന പാകത്തിൽ തന്നെ ഞാൻ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ഭയങ്കര സിമ്പിളല്ലേ. ഇനി നമുക്കൊരു പുട്ടും കുറ്റി എടുക്കുക. അതിലേക്ക് ആദ്യമില്ല തേങ്ങ ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ പിന്നെ ഇപ്പോൾ കുഴച്ചിട്ട് വെച്ചാൽ പുട്ടിൻ്റെ മാവ്, പുട്ടിൻ്റെ മാവ് അങ്ങനെ ഇട്ട് മുകളിലേക്ക് തേങ്ങ വരുന്ന പോലെ നമ്മൾ ഫില്ലാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ഫില്ലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 3 കണ്ടാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് 5 കണ്ടാക്കിയിട്ടും എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് 3ഉം രണ്ടാമത്തെ ട്രിപ്പ് 4ഉം ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും കൂട്ടുകാർക്കില്ല ചങ്ങായിമാർക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നില്ല കുഞ്ഞ് ബെല്ലൈക്കൻ വരും. അപ്പോൾ അതും കൂടി ഞെക്കി പൊട്ടിക്കാനില്ല, നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിലില്ലേ ട്രൈ ചെയ്ത് നോക്കണം തന്നെ ഞാൻ ചെല്ലുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ പുട്ട് ഞാൻ ഫില്ലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവി വരുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ ആവി വരുമ്പോൾ നമുക്ക് പുറകേന്ന് കോലിട്ട് തള്ളി മാറ്റിയിട്ടെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
പുട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നിരീച്ചതിനേക്കാളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുത്ത തേങ്ങ കുറച്ച് കൂടുതലായിനേ ഉള്ളൂ. തേങ്ങയാണ് ഈ പുട്ടിലേക്ക് മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ളത്. അതിനിതാ ഞാൻ കറിയൊന്നല്ല ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് പുട്ടിലേക്ക് പഴം പോത്തിട്ടുണ്ടെങ്കിൽ ബാക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ബാക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ സെർവിങ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ്. ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കഴിക്കാത്ത ആളും ഇത് കഴിച്ചിട്ട് പോവും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ചൂടുള്ളത് കൊണ്ട് എനിക്ക് പൊളിക്കാൻ വരെ കണ്ടാക്കാൻ വരെ കഴിയുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ നല്ല ബാക്കാവും കറി വേണമെന്നുള്ളവർക്കില്ല കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ. ഞാനിപ്പോൾ എനിക്ക് കറി വേണ്ടാന്നുള്ളതിനെ കൊണ്ട് ഞാൻ ബാക്ക കൂട്ടിയിട്ട് നല്ല കദളി ബാക്കാവും പുട്ടും ഞോണ്ടിയിട്ടെടുത്ത് ഒരു പിടി ഞാൻ തിന്നുന്നുണ്ട് മക്കളെ. ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് ചെല്ലിയിട്ട് അങ്ങ് അറിയിക്കാൻ കഴിയുന്നില്ല, അത്രയും ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇല്ല ഇത്ര തന്നെ. ഇനി പുതിയ ഇങ്ങനത്തെ പുട്ടിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പി ആയിട്ടും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ഇല്ല മാസലാമ.